എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ കാക്കത്തലേനും ഫ്രോപ്പി പെണ്ണും അവര് ബെല്ലിന്റെ സൗണ്ട് കേട്ടുടൻ ഇപ്പൊ മാസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ആരംഭിക്കും. അങ്ങനെ നമ്മുടെ രണ്ട് പോരാളികളും ഇപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ട് ആ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറും. അത് കണ്ട് ഇസുക്ക് പയ്യനും ഡോറ പെണ്ണും അവര് വിളിച്ചു പറയും, പിടിക്ക് പിടിക്ക്, മുൻപോട്ട് ഉഷാറായിട്ട് ഓട്, നിങ്ങളെ കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആശാന്മാര് ഇപ്പൊ പുറത്തു നിന്ന് ഫുൾ സപ്പോർട്ട് കൊടുക്കാണ്. അതിന് ഗ്രാൻമ പറയും, ആ കാക്കത്തലേന് നല്ല കഷ്ടകാലാണ്, ഉറപ്പായിട്ടും മാസ്റ്റർ അവനെ പിടിക്കും. അത് കേട്ട് ഡോറ പെണ്ണും നമ്മുടെ ഇസുക്ക് പയ്യനും അവര് ടെൻഷനാവും. ആക്ച്വലി എക്ടോപ്ലാസം മാസ്റ്റർ ആളുടെ ക്ലൗൺസിനെ ഉപയോഗിച്ചാണ് താഴെ നിന്ന് ഇത്രയും നേരവും അവരുമായിട്ട് ഫൈറ്റ് ഇട്ടത്. യഥാർത്ഥ മാസ്റ്റർ ആളവർ ഓടുന്ന ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളില് അങ്ങനെ പതുങ്ങി നിൽക്കുകയാണ്. ഇവിടെ അമ്മൂമ്മ വീണ്ടും പറയും, ആക്ച്വലി കാക്കത്തലേന് അടുത്ത് നിന്ന് ഫൈറ്റ് ചെയ്യാനാവില്ല, ദൂരെ നിന്ന് മാത്രമേ അവൻ ഓപ്പണന്റുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയൂ. അപ്പൊ അതേസമയം മാസ്റ്റർ ആളുടെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് കാക്കത്തലേന്റെ അടുത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ്. പക്ഷെ ഫ്രോപ്പി പെണ്ണ് അവൾ വിടില്ല. അവള് ചാടി വീണ് അവളുടെ നാവ് വെച്ച് എല്ലാ ക്ലൗൺസിനെയും ഇപ്പൊ കറക്കി നിലത്തടിക്കും. അങ്ങനെ ഒരു വിധത്തില് എല്ലാ ക്ലൗൺസിനെ അടിച്ചു തെറിപ്പിച്ച് അവര് മുൻപോട്ട് ഓടും. അപ്പൊ റിയൽ മാസ്റ്റർ ആളൊരു ജൈന്റ് ലുക്കില് അവരുടെ മുൻപിലേക്ക് വരും. മാസ്റ്റർ കാക്കത്തലേനെ അടിച്ചു തെറിപ്പിച്ച് ട്രോഫി പെണ്ണിനെ അവളെ പിടിച്ചു വലിക്കും. അവൾ എന്തോ ഒരു സാധനം വയറ്റിൽ നിന്നെടുത്ത് ഇപ്പൊ കാക്കത്തലേൻ ഇട്ടുകൊടുക്കും. കാക്കത്തലേൻ അവനത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത് അതുപയോഗിച്ച് മാസ്റ്ററിനെ ഇടിക്കാനായിട്ട് പാഞ്ഞെടുക്കും. പക്ഷെ മാസ്റ്റർ ആളുടെ കാല് മടക്കി അവനിട്ട് ഒറ്റ തൊഴി. ആ തൊഴിയില് നമ്മുടെ ചെക്കൻ പറന്നുപോയി അടിച്ചു നിലത്ത് വീഴും. ഫൈറ്റിന്റെ ഒടുവില് ട്രോഫി കൊടുത്തുവിട്ട ആ ഒരു സാധനം ഉപയോഗിച്ച് കാക്കത്തലേൻ അങ്ങനെ ഇപ്പൊ മാസ്റ്ററിനെ കീഴടക്കും. അത് മറ്റൊന്നുമല്ല, സാക്ഷാൽ ഹാൻഡ് കഫ്. അങ്ങനെ ഒരുപാട് നേരത്തെ മൽപ്പിടുത്തത്തിനൊടുവില് നമ്മുടെ ആൾക്കാര് ഇപ്പൊ ജയിച്ചിരിക്കുകയാണ്. അടുത്ത ഫൈറ്റ് ലിഡാ പയ്യനും ഒജീറോ പയ്യനും ചേർന്ന് പവർ ലോഡിന്റെ കൂടെയാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. മാസ്റ്റർ ഒരു കുഴി കുഴിച്ച അത് താണ്ടി ആരെ കൊണ്ടും പോവാൻ കഴിയില്ല. അത് മനസ്സിലാക്കിയ നമ്മുടെ പിള്ളേര് ഇപ്പൊ ബുദ്ധിപരമായിട്ട് കളിക്കും. ലിഡാ പയ്യൻ ഇപ്പൊ ടെയിൽമാനെ അവന്റെ തോളത്ത് കയറ്റും. എന്നിട്ട് അവന്റെ ബൂസ്റ്റർ ഓൺ ചെയ്ത് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. ലിഡാ പയ്യൻ അവൻ ഹൈ സ്പീഡിൽ ഓടിയാലും മാസ്റ്റർ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കും. മാസ്റ്റർ പിന്നാലെ ഓടി ഇപ്പൊ ലിഡാ പയ്യനെ അവനെ കെണി വെച്ച് പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ ലിഡാ പയ്യൻ അവൻ എടുത്തു ചാടി ഇപ്പൊ ടെയിൽമാന്റെ വാലെ പിടിച്ച് അവനെ കറക്കി കറക്കി ഒരൊറ്റ ഏറ് അവൻ തെറിച്ചു പോയി ലൈൻ ക്രോസ് ചെയ്യും. അങ്ങനെ ഒരു വിധത്തില് നമ്മുടെ ആൾക്കാര് ഈ ഒരു ഗെയിമില് ഇപ്പൊ അടിപൊളിയായിട്ട് ജയിച്ചിരിക്കുകയാണ്. നമ്മുടെ ചെക്കനാണെങ്കില് അതൊക്കെ കാണുമ്പോ അവന്റെ ആവേശം കൂടി വരും. അടുത്ത ബാറ്റില് അത് മോമോ പെണ്ണും ടോഡ്രോക്കിയോ ആണ്. ഐസമ മാസ്റ്റർ ആണ് അവർക്ക് ഓപ്പണന്റ്. ടോഡ്രോക്കി ഇപ്പൊ മോമയോട് പറയും, ഐസമ മാസ്റ്റർ അഥവാ മുൻപിൽ വരികയാണെങ്കിൽ നീ ചെറിയ ചെറിയ കമ്മോഡിറ്റീസ് ഉണ്ടാക്കി ആളുടെ ശ്രദ്ധ തെറ്റിക്കണം. ആ സമയത്ത് ഞാൻ മാസ്റ്ററുമായിട്ട് ഫൈറ്റ് ഇടും. ഗ്യാപ്പ് നോക്കി നീ ഓടി രക്ഷപ്പെട്ട് ആ ഒരു ലൈൻ അത് ക്രോസ് ചെയ്യണം. അങ്ങനെ നമ്മുടെ രണ്ട് സ്വത്തുമണികളും വലിയ പ്ലാനൊക്കെ ആയിട്ട് ഇപ്പൊ റെഡിയായിട്ട് നിൽക്കുകയാണ്. മോമോ പെണ്ണ് അവള് പതിയെ ഇപ്പൊ കുറച്ച് ബൊമ്മകളെയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. അതിന് ടോഡ്രോക്ക് ടെൻഷനായിട്ട്, നിനക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കിക്കൂടെ, ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞ് അവൻ മുൻപോട്ട് നടക്കുമ്പോ ഇപ്പൊ അവക്ക് ഒരുപാട് വിഷമാവും. അവൾ ആക്ച്വലി ടോഡ്രോക്കയുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. ആക്ച്വലി ഇവര് രണ്ടുപേരും റെക്കമെൻഡേഷനിലാണ് ഈ ഒരു സ്കൂളില് ജോയിൻ ചെയ്തത്. അതുകൊണ്ട് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണമെന്ന് കരുതിയാണ് അവൾ ഈ ബാറ്റിലേക്ക് വന്നത്. അങ്ങനെ ഇവര് രണ്ടുപേരും പരസ്പരം എന്തൊക്കെയോ ചിന്തിച്ചു നിൽക്കുമ്പോ മാസ്റ്റർ ചാടി വീണ് ഇപ്പൊ ടോഡ്രോക്കിയെ അങ്ങനെ റൗണ്ട് ചെയ്ത് പിടിക്കും. ടോഡ്രോക്കി വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് മാസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവനെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മാസ്റ്റർ ടോഡ്രോക്കിയെ ഒരു കയറിൽ കെട്ടിയിട്ട് അങ്ങനെ തൂക്കിയിടും. അവന്റെ പവർ ഉപയോഗിക്കാതിരിക്കാൻ ഒരുപാട് സ്പൈക്സ് താഴെ കുത്തിവെക്കും. ടോഡ്രോക്കിക്കാണെങ്കിൽ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ചുറ്റും നോക്കാൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് മോമോ പെണ്ണ് അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവൾ കരഞ്ഞുകൊണ്ട് മുൻപോട്ട് ഓടിക്കൊണ്ടേയിരിക്കും. മാസ്റ്റർ വീണ്ടും സ്പീഡിൽ ഓടി ആളുടെ കയർ ഉപയോഗിച്ച് മോമോ പെണ്ണിനെ പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ അവള് ആ കയർ തട്ടിത്തെറിപ്പിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഓടാൻ തുടങ്ങും. അത് കാണുമ്പോ മാസ്റ്ററിന് മനസ്സിലാവും ഇവൾക്ക് പ്രത്യേകിച്ച് യാതൊരു പ്ലാനും ഇല്ല. ടോഡ്രോക്കി പറഞ്ഞതനുസരിച്ചാണ് അവൾ എന്തൊക്കെയോ ചെയ്യുന്നത്. കട്ട് ചെയ്ത ടോഡ്രോക്കി അപ്പോഴായിരിക്കും അവനൊരു കാര്യം ആലോചിക്കുക. മോമോ പെണ്ണ് അവൾ ആക്ച്വലി ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എന്തോ കാര്യം അവൾ പറയാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അവനത് മൈൻഡ് പോലും ചെയ്തില്ല. അവളെ റെസ്പെക്ട് പോലും ചെയ്യാതെ
അവനവന് തോന്നും പോലെ എന്തൊക്കെയോ ചെയ്തു. അപ്പൊ അതേസമയം മോമോ പെണ്ണ് അവൾ ഓടി ഓടി ഇപ്പൊ ടോഡറോക്കിയുടെ അടുത്തെത്തും. അവളാകെ ടെൻഷനായിട്ട് ഇപ്പൊ ടോഡറോക്കി നോക്കി കരയാൻ തുടങ്ങും. അത് കണ്ട് ടോഡറോക്കി, മോമോ ഓടിക്കോ, നിന്റെ തൊട്ടു പിന്നാലെ മാസ്റ്റർ ഉണ്ട്. മാസ്റ്റർ നിന്നെ കൂടെ പിടിച്ചു കഴിഞ്ഞാ പിന്നെ നമുക്ക് ഈ ബാറ്റിൽ ജയിക്കാനാവില്ല. മോമോ പെണ്ണിനാണെങ്കില് ഓടണോ വേണ്ടയോ എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് അവൾ അവിടെ തന്നെ നിൽക്കും. അപ്പൊ ടോഡറോക്കി ചോദിക്കും, നീ നേരത്തെ എന്തോ എന്നോട് പറയാൻ വന്നില്ലേ, ആ ഐഡിയ അതെന്താണെന്ന് ഒന്ന് പറയോ? ആ ചോദ്യം കേട്ട് വീണ്ടും അവക്ക് പേടി കൂടും. ഇനി ഒരു പക്ഷേ അതൊരു ആന മണ്ടത്തരായാലോ എന്ന് കരുതി അവള് മിണ്ടാതെ നിൽക്കും. അതുകൊണ്ട് ടോഡറോക്കി അവൻ വിളിച്ചു പറയും, നിന്നെ കൊണ്ട് കഴിയും. അന്ന് ക്ലാസ് ഹെഡിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിനക്ക് 2 വോട്ട് കിട്ടി. അതിലൊരു വോട്ട് നിന്റേതും മറ്റൊന്ന് എന്റേതുമാണ്. കാരണം നിനക്ക് നല്ല കാലിബർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അന്ന് നിനക്ക് ഞാൻ വോട്ട് ചെയ്തത്. അത് കേട്ട് നമ്മുടെ പെണ്ണാവട്ടെ അവക്ക് സന്തോഷവും സങ്കടവും സഹിക്കവയ്യാതെ കരയാൻ തുടങ്ങും. മോമോ പെണ്ണ് ചാടി വീണ് അവളുടെ പാവകള് അത് വലിച്ചെറിയും. പാവകളുടെ പ്രത്യേക റിഫ്ലക്ഷൻ അടിച്ച് ഇപ്പൊ മാസ്റ്റർ ആവട്ടെ ആൾക്ക് ചുറ്റുമുള്ളതൊന്നും ഇപ്പൊ കാണാനായിട്ട് സാധിക്കില്ല. ആ ഗ്യാപ്പിൽ മോമോ പെണ്ണ് അവള് ടോഡറോക്കി സേഫ് ആയിട്ട് ഇപ്പൊ താഴെ ഇറക്കും. മാത്രമല്ല ലാസ്റ്റ് ഉണ്ടായ ഫൈറ്റില് മാസ്റ്ററിന് ഒരുപാട് പരുക്ക് പറ്റിയതുകൊണ്ട് തന്നെ മാസ്റ്ററിനെ കൊണ്ട് ഇപ്പൊ പഴയതുപോലെ ആളുടെ പവർ ഒരുപാട് നേരത്തേക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കുറേയേറെ സമയം റെസ്റ്റ് എടുത്താൽ മാത്രമേ കുറച്ച് സമയത്തേക്കെങ്കിലും സൂപ്പർ പവർ ഉപയോഗിക്കാൻ കഴിയൂ. അത് മനസ്സിലാക്കിയ മോമോ പെണ്ണ് അവളിപ്പോ കറക്റ്റ് പ്ലാൻ ഇട്ട് അങ്ങനെ ചാടി ചാടി നിൽക്കും. മോമോ പെണ്ണ് അവൾ ടോഡറോക്കിയോട് പറയും, മാസ്റ്ററിന്റെ പവർ അതിപ്പോ പഴയ പോലെ അത്ര പവർഫുൾ അല്ല. മാസ്റ്റർ കണ്ണടയ്ക്കുന്ന ആ ഒരു 5 സെക്കൻഡില് നീ നിന്റെ പവർ അത് പുറത്തെടുക്കണം. അങ്ങനെ ആവുമ്പോ മാസ്റ്ററിനെ കൊണ്ട് നിന്റെ സൂപ്പർ പവർ അത് ഇറേസ് ചെയ്യാൻ കഴിയില്ല. ഇവിടെ മാസ്റ്റർ ആള് ചാടി വീണ് അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ആള് സ്പീഡിൽ വരെ നൈസായിട്ട് കണ്ണു നടക്കും. ആ ഗ്യാപ്പിൽ ടോഡറോക്കി അവന്റെ ഐസ് പവർ അത് പുറത്തെടുക്കും. വലിയൊരു ബാരിയർ ക്രിയേറ്റ് ആയി ഇപ്പൊ മാസ്റ്റർ അതിലിടിച്ച് താഴെ വീഴും. മോമോ പെണ്ണ് അവളുടെ കഴിവ് വെച്ച് മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഒരു പ്രത്യേക ക്ലോത്ത് ഇപ്പൊ റോപ്പ് പോലെ ആക്കി പുറത്തേക്കിടും. അവൾ ആ റോപ്പില് ഇപ്പൊ കുറച്ച് കെമിക്കൽസ് ഒക്കെ മിക്സ് ചെയ്ത് വമ്പം പ്ലാൻ ഒക്കെ റെഡിയാക്കും. ഇവിടെ മാസ്റ്റർ ആൾ ഒരു കുലുക്കവും ഇല്ലാതെ അങ്ങനെ ഹായ് ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും. കാരണം മാസ്റ്ററിന്റെ പുറകിലാണ് അവർക്ക് ക്രോസ് ചെയ്ത് പോകേണ്ട ആ ഒരു ലൈൻ അതുള്ളത്. അപ്പൊ അതേ സമയത്ത് മാസ്റ്റർ ലോങ് ഷോട്ടില് കറുത്ത തുണിയൊക്കെ പൊതച്ച് ആരോ മൂവ് ചെയ്യുന്നതായിട്ട് കാണും. മാസ്റ്റർ ചാടി വന്ന് ആളുടെ റോപ്പ് ഉപയോഗിച്ച് ആ ഒരു രൂപത്തെ അങ്ങനെ ലോക്ക് ചെയ്യും. ആക്ച്വലി ആ ഒരു രൂപം അതൊരു മാനിക്വീൻ ആണ്. മോമോ പെണ്ണ് വിളിച്ചു പറയും, ടോഡറോക്കി നിന്റെ പവർ ഉപയോഗിക്കേ. ടോഡറോക്കി പയ്യൻ അവർ ഓൾറെഡി കെമിക്കലിൽ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു തുണി അത് കത്തിക്കും. ആ ഗ്യാപ്പിൽ മോമോ പെണ്ണ് മാസ്റ്ററുടെ കയറെടുത്ത് മാസ്റ്ററിനെ തന്നെ മുഴുവനായിട്ടും ചുറ്റി കയ്യില് ഹാൻഡ് കഫ് ഇട്ട് ലോക്ക് ചെയ്യും. അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവില് നമ്മുടെ ആൾക്കാർ ജയിച്ചു. അതിന് ടോഡറോക്കി, വാവ് നിന്റെ ഐഡിയ അത് സൂപ്പറാണ്. മോമോ പെണ്ണിനാണെങ്കിൽ അവളുടെ സന്തോഷം അത് കണ്ണുനീരായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത അടുത്ത ഫൈറ്റ് ഡോറയ്ക്കും ആ ഒരു പ്രിൻസസിനുമാണ്. ഇവരുടെ ഓപ്പണന്റ് സ്പേസ്മാൻ മാസ്റ്റർ ആണ്. ആളുടെ പവറില് നമ്മുടെ 2 ആശാമാരും അടികിട്ടി ഇപ്പൊ അറഞ്ചം പുറഞ്ചം തെറിച്ച് വീണുകൊണ്ടേയിരിക്കും. പ്രിൻസസ് ആണെങ്കിൽ അവൾ ഓൾറെഡി വലിയൊരു മണ്ടിയാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് ഡോറപ്പെണ്ണ് അവള് കൂലങ്കക്ഷമായിട്ട് ആലോചിക്കാൻ തുടങ്ങും. എന്റെ സ്ഥാനത്ത് നമ്മുടെ ഹീറോ ഇസുക്ക് പയ്യൻ അവനായിരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്യും? അപ്പൊ പ്രിൻസസ് ഇപ്പൊ ഡോറയോട് ചോദിക്കും, നീ ആലോചിക്കുന്നത് നമ്മുടെ ഇസുക്ക് പയ്യൻ അവനാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടതെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നല്ലേ? അത് കേട്ട് നമ്മുടെ പെണ്ണ് ഷോക്കാവും. അങ്ങനെ നമ്മുടെ പെങ്കൊച്ച് അവള് വണ്ടടിച്ച് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.